യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗം ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നിന്നുമായിരുന്നല്ലോ. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് തന്നെയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ ആകുമ്പോൾ നമ്മളുടെ ജഡത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ നമ്മുടെ ജഡം കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ ജഡം ക്രൂശിക്കപ്പെട്ടത് ജഡത്തിന്റെ രാഗമോഹങ്ങളോട് കൂടെ ആണ് എന്നുള്ളത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ രാഗമോഹങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രാഗമോഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഡിസൈർസ് ആൻഡ് പാഷൻസ്, അതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാക്യം ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഇപ്പോൾ ആരായിരിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായ തിരുവചന ഉപദേശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായ കാര്യത്തെ കൂടുതൽ വിപുലമായി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിൽ വസിക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ആ ദാനം ലഭിച്ചത്? നാം കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ചപ്പോൾ നമുക്കായി ദൈവം നൽകിയതായ ദാനം പരിശുദ്ധാത്മാവ്. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയില്ല. വിലയ്ക്ക് വാങ്ങുവാൻ ശ്രമിച്ചതായ ശിമോൻ എന്ന പേരുള്ള മനുഷ്യൻ അപ്പോൾ തന്നെ ദൈവകോപത്തിന് ഇരയായതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയത്തില്ല, മറിച്ച് അത് ദൈവദാനമായി നമ്മളിൽ നൽകുന്നതാണ്. ഈ ലോകത്തിലെ ഒരാൾക്ക് പോലും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കഴിയത്തില്ല. ചിലർ പറയാറുണ്ട്, ഇന്ന ദൈവദാസൻ എൻ്റെ മേൽ കൈവച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അത് ലഭിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ ആളുകളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ലഭിക്കുമ്പോഴും അത് അപ്പോസ്തലന്മാരുടെ ദാനമല്ല, ഒരു മനുഷ്യന്റെ ദാനമല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകുന്നതായ ദാനമാണ് ഈ പരിശുദ്ധാത്മാവെന്ന് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യം കൊണ്ടായിരിക്കാം ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ചത്. ഒരു പാട്ടുപാടി അവസാനം ആളുകളെല്ലാം തുള്ളിച്ചാടുമ്പോൾ വരുന്ന ആ പവർ, ആ ഒരു പ്രകടനത്തെയാണ് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചിന്ത വളരെ നാളുകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ദൈവദാസന്മാരും പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്നും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു കറണ്ട് പോലെ ഉള്ള ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ്. ഇത് മാത്രമല്ല, ചില ആളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് അവരുടെ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയാറുണ്ട്, എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത്. അതുകൊണ്ടൊക്കെ ഞാൻ ചിന്തിച്ചു, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, നമ്മെ പിടിച്ചു കുലുക്കുന്നതാണ്, നമ്മളെ എടുത്തെറിയുന്നതാണ്, നമ്മൾ ബഹളം വയ്ക്കാനുള്ള ഒന്നാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ ദൈവത്തിന്റെ വചനം ഒരിക്കലും നിഷേധിക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നൽകുന്ന ഒന്നല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറമായി
ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ ഒരു പ്രവൃത്തി, വലിയൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മളിവിടെ വായിച്ചതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതും ദാനമായി കൊടുക്കുന്നതാണ്. എൻ്റെ ബാല്യകാലത്തിലൊക്കെ ഞാൻ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് കാത്തിരിക്കുന്നവർക്കാണ്. പക്ഷെ ഈ കാത്തിരിപ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാം എന്നല്ലാതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഇവിടെ പറയുന്നത് ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ആ രക്ഷയുടെ സമയത്ത്, അതായത് ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിക്കുന്ന ആ സമയത്ത് അവന് പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയം മുതൽ നമ്മുടെ ശരീരം എന്തായിട്ട് മാറുന്നു? നമ്മുടെ ശരീരത്തിന് വരുന്ന അവസ്ഥാ രൂപാന്തരം എന്താണ്? നമ്മുടെ ശരീരത്തിന് വരുന്ന അവസ്ഥാ രൂപാന്തരം, മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മുതൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ ഇത് വിലയ്ക്ക് കൊടുക്കപ്പെട്ടു. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു അടുത്ത വാക്യത്തിൽ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? മറ്റൊരു വാക്യത്തിൽ ഇംഗ്ലീഷ് വേർഡിൽ കൊടുത്തിരിക്കുന്നുണ്ട്, യു ഹാവ് ബോട്ട് വിത്ത് എ പ്രൈസ്. നിങ്ങൾ വാങ്ങപ്പെട്ടത് ഒരു വിലയാലാണ്. ആ വില എന്ന് പറയുന്നത് യേശുക്രിസ്തു മറുവിലയായി നൽകിയ വിലയാണ്. അതല്ലേ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിലാണ് നമ്മൾ ആ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ മറുവില കർത്താവായി യേശുക്രിസ്തു കൊടുത്തെങ്കിൽ ആ വില നൽകി ദൈവം നമ്മെ സ്വന്തമാക്കി തീർത്തു. നമ്മളൊരു വീട്, ആ വീടിന്റെ ഉടമസ്ഥർ പറയുന്നതായ പണം കൊടുത്തു വാങ്ങി കഴിയുമ്പോൾ, മുമ്പ് എന്തൊക്കെ ചരിത്രം ആ വ്യക്തിക്ക് ഈ വീടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഇനി ആ ചരിത്രം പ്രസക്തമല്ല. കാരണം ഞാൻ ആ വീട് വില കൊടുത്തു വാങ്ങി, അതുകൊണ്ട് ഇനി ആ വീട് എന്റേതാണ് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ നാളുകളുടെ ചരിത്രം എന്താണെന്നുള്ളത് ദൈവത്തിന്റെ പ്രശ്നമല്ല. ദൈവം പറയുന്നു, ഇനി നിന്റെ ശരീരം അത് എന്റേതാണ്. ഇനി നിന്റെ ശരീരം നിന്റേതല്ല, മറിച്ച് നിന്റെ ശരീരം ഇനി ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരത്തെ നമ്മൾ എന്തു ചെയ്തിരിക്കുന്നു? കർത്താവിൻ്റെതായതുകൊണ്ട് ഇനി ഇവിടെ പറയപ്പെടുന്നതായ പാഷൻസിനോ ഡിസൈഴ്സിനോ രാഗങ്ങൾക്കോ അതിൻ്റെ മോഹങ്ങൾക്കോ ഇനി ഈ ശരീരത്തിൽ സ്ഥാനമില്ല. അപ്പോൾ ഇത് പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ശരീരം എപ്പോഴും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് രാഗങ്ങളും മോഹങ്ങളും കടന്നു വരാം. പക്ഷെ അവിടെ ഒരു ആത്മീക അവസ്ഥയുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൽ നാം ആകുമ്പോൾ നമ്മുടെ ശരീരം ക്രൂശിൽ അവനോടുകൂടെ തറയ്ക്കപ്പെട്ട ആ അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരീരം അവിടെ തറയ്ക്കപ്പെട്ടെങ്കിൽ ആത്മീകമായി ദൈവം നമുക്ക് തരുന്ന വെളിപ്പാട് എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ രാഗങ്ങളും മോഹങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളും ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു പക്ഷേ ഈ രാഗങ്ങളും മോഹങ്ങളും ഉടലെടുക്കാം. പക്ഷെ അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറയുന്നു, നോ നോ നോ, നീ ഈ രാഗങ്ങളിലേക്ക് മോഹങ്ങളിലേക്ക് നീ പോകരുത്, ജഡത്തിന്റെ പ്രവൃത്തിയിലേക്ക് പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലെ ക്ഷമയായിച്ച് നമ്മൾ വീണ്ടും മടങ്ങി വരും. കാരണം ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനമായി ലഭിച്ചിരിക്കുന്ന ആളുകളോട് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും സജീവമായി ഇടപെടുന്നത്. ഈ പരിശുദ്ധാത്മാവ് ദാനമായി ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ ദൈവപ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയില്ല. ഞാൻ ഈ വേദഭാഗം സംസാരിക്കുമ്പോഴും ഞാനിത് അനുഭവിക്കുന്ന വ്യക്തിയാണ്.
പ്രത്യേകിച്ച് ദൈവവചനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുവാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഈ ദൈവദാസൻ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഈ ഇടപെടൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൂടുതൽ അറിയുന്നവന് കൂടുതൽ അടി കിട്ടും. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കൂടുതൽ അറിയണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അങ്ങനെ നാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജഡത്തിന്റെ ആ രാഗമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടും ദൈവിക ഉദ്ദേശത്തിൽ നമുക്ക് നടക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജഡത്തെ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നാം ക്രൂശിച്ച് എല്ലാ ദിവസവും ആ ക്രൂശീകരണത്തിന്റെ അനുഭവം നമ്മൾ ഓരോരുത്തരും നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതെ, നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇനി നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞാൻ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും ഓരോ ദിവസവും അനുഭവിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കൂടുതൽ ദൈവവചന ഭാഗങ്ങൾ അറിയുവാൻ ദയവായി ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഞങ്ങളുമായി ഷെയർ ചെയ്യുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവിക നന്മ അനുഭവിപ്പാനും ദൈവം തന്നെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.